പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, ഗോഡ് ഇൻ ഹ്യൂമൻ ഫോം, ഗോഡ് ഇൻ ഹ്യൂമൻ ബോഡി. പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ പിതാവെന്നും പുത്രനെന്നുമുള്ള രണ്ട് വ്യത്യസ്ത ചിന്തകൾ നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ക്ലിയർലി ഹിയർ ജീസസ് ഈസ് സ്റ്റേറ്റിംഗ്, ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് യഹോവ. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ നസ്രയനായ യേശുവിന്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ദൈവമാണോ എന്ന ചോദ്യത്തിന് പലർക്കും പല അഭിപ്രായമാണ്. നസ്രാണികൾ പോലും പറയുന്നത് യേശു ദൈവത്തിന്റെ പുത്രൻ മാത്രമാണ്, യേശു ദൈവമല്ല എന്നാണ്. പുത്രനും ദൈവമാണ്, പിതാവും ദൈവമാണ് എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ പോലുമുണ്ട്. യേശു പ്രവാചകനാണ്, ദാസനാണ്, ടീച്ചറാണ്, ഗുരുവാണ് എന്നിങ്ങനെയുള്ള പല കാഴ്ചപ്പാടുകളുമുണ്ട്. സത്യത്തിൽ യേശു ആരാണ്? യേശു ആരാണെന്നാണ് ഈ യേശു പറഞ്ഞിരിക്കുന്നത്? പലരും പറയുന്നത് യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല താൻ ദൈവമാണ് എന്നുള്ളതാണ്. പക്ഷേ യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ പുസ്തകം വ്യക്തമാക്കുന്നത്. ഈ പുസ്തകത്തിലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് ഈ മെസ്സേജുമായിട്ട് വന്നിരിക്കുന്നത്. യേശു ദൈവമാണെന്നുള്ള പലതരത്തിലുള്ള വാക്യങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലും ഒക്കെ കാണാൻ സാധിക്കും. പക്ഷേ ഇന്ന് പഴയ നിയമത്തിലെ വാക്യങ്ങളല്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ മൊഴികളാണ്. യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിളിച്ചറിയിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നതാണ് യേശു ആണ് ദൈവം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ്. 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത് വചനം ജഡമായി നമ്മളുടെ ഇടയിൽ പാർത്തു, വചനം ജഡമായി. ഇതിനു മുമ്പിലത്തെ വാക്യത്തിൽ പറഞ്ഞത് വചനം ദൈവമായിരുന്നു, പിന്നീട് പറയുന്നു വചനം ജഡമായി. ഇതിനനുസരിച്ച് ദൈവം ജഡമായി എന്നത് തന്നെയാണ്. പക്ഷെ ഇന്ന് പലരുടെയും വിശ്വാസം യേശുക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഒരു പാർട്ടാണെന്നുള്ളതാണ്. പക്ഷേ യേശുക്രിസ്തു ദൈവമല്ല. അങ്ങനെയാണോ സത്യം? വചനം ജഡമായി അല്ലെങ്കിൽ ദൈവം ജഡമായി എന്നതിനെക്കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 9 വായിക്കാം. അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഗോഡ് ഇൻ ഹ്യൂമൻ ബോഡി എന്നാണ് കൊലോഷ്യൻസ് 2:9 പ്രകാരം എഴുതിയിരിക്കുന്നത്. ഗോഡ് ഇൻ ഹ്യൂമൻ ബോഡി, ഗോഡ് ഇൻ ഹ്യൂമൻ ബോഡി. ഇതേ അർത്ഥം തന്നെയാണ് 1 തിമോത്തിയോസ് 3:16 എഴുതിയിരിക്കുന്നത്. 1 തിമോത്തിയോസ് 3:16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇതിൻ്റെ ആദ്യത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേർഡ് ബിക്കെയിം ഫ്ലഷ്, ഗോഡ് ബിക്കെയിം ഫ്ലഷ്, ജീസസ് വാസ് യഹോവ ഇൻ ഫ്ലഷ്. യോഹന്നാൻ എഴുതിയത് തന്നെയാണ് ഒന്നുകൂടെ വ്യക്തമാക്കി പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയിരിക്കുന്നത് വചനം ജഡമായി, ദൈവം ജഡമായി എന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്, ഗോഡ് ഇൻ ഹ്യൂമൻ ഫോം, ഗോഡ് ഇൻ ഹ്യൂമൻ ബോഡി. യഹോവ തന്നെയാണ് യേശുവായിട്ട് വന്നത്. യഹോവ ജഡം ധരിച്ച് മനുഷ്യനായിട്ട് അവതരിച്ചവനാണ് യേശു. ഇനി യേശുവിൻ്റെ മൊഴികൾ നമുക്ക് കേൾക്കാം. യേശു ഒരുപാടെടുത്ത് പറഞ്ഞിട്ടുണ്ട് താൻ ദൈവമാണ് എന്നുള്ളത്. സങ്കീർത്തനം 146:8 ഇതിനോടനുബന്ധിച്ച് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. യഹോവ അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. ഇതൊക്കെ യേശുവിൻ്റെ മുന്നോടിയായിട്ടുള്ള മെസാനിക് വേഴ്സസ് ആണ്, യേശുവിനെ കുറിച്ചുള്ള വേഴ്സസ് ആണ്. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ അന്ധന്മാർക്ക് കാഴ്ച നൽകുന്നു, യഹോവ ജഡം ധരിച്ച് വന്നവൻ തന്നെയാണ് യേശു. ഇനി യേശുവിൻ്റെ മൊഴികൾ കേൾക്കാം. തൻ്റെ ദൈവത്വത്തെക്കുറിച്ച് യേശു ആരോടാണ് ആദ്യം പറഞ്ഞത്? എനി ക്ലൂ? യേശു ആദ്യം പറഞ്ഞത് സാത്താനോട് തന്നെയാണ്. യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്ന അവസരം നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിന്റെ സ്നാനത്തിന് ശേഷം 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമാണ്. യേശുവിനെ ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ അഗ്രത്തിൽ നിർത്തിക്കൊണ്ട് സാത്താൻ ചോദിക്കുന്നുണ്ട്, നീ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക, മാലാഖമാർ നിന്നെ കൈകളിൽ വഹിക്കുമെന്ന്
എഴുതിയിട്ടുണ്ടല്ലോ എന്ന്. ഇതിനുത്തരമായിട്ട് യേശു പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിരിക്കുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇത് യേശുവിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്, പിതാവിനെ കുറിച്ചാണ് എന്നുള്ളത്? സ്ത്രീത്വം കൊണ്ടുവന്ന കൺഫ്യൂഷൻ. പിതാവും പുത്രനും ഒരാൾ തന്നെയാണെന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. ഓ ഇസ്രയേൽ, നിങ്ങൾക്ക് ഒരേ ഒരു ദൈവം, അവന്റെ പേര് യുദ്ധേ വാവ്ഹേ അല്ലെങ്കിൽ യഹോവ എന്ന് പഴയ നിയമത്തിൽ വിളിച്ചു. പുതിയ നിയമത്തിൽ അവന്റെ പേരാണ് യേശു. പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ പിതാവെന്നും പുത്രനെന്നുമുള്ള രണ്ട് വ്യത്യസ്ത ചിന്തകൾ നിങ്ങൾക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിക്കുക. യേശുവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന്. ഈ സ്ക്രിപ്ചർ തുടങ്ങുമ്പോൾ തന്നെ എഴുതിയിരിക്കുന്ന വേഴ്സാണ്, യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി ആത്മാവ് യേശുവിനെ നയിച്ചു എന്നുള്ളത്. ഇത് തന്നെയാണ് അവസാനം യേശു പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഈ ഒരു വാക്യം യേശു തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ മറ്റൊരിടത്തും താൻ തന്നെയാണ് പിതാവ് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്നത് പത്രോസിനോടാണ്. യേശു പത്രോസിനോട് ചോദിക്കുന്ന ഒരു അവസരമുണ്ട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതിന് ഉത്തരമായിട്ട് പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാവുന്നു. അപ്പോൾ യേശു പത്രോസിനോട് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേഴ്സ് ഉണ്ട്, സൈമൺ ബാർജോന, ഇത് നിന്നെ പഠിപ്പിച്ചത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. പത്രോസിനോട് യേശു പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവാണ് നിന്നെ ഇത് പഠിപ്പിച്ചത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിനക്കിത് കാണിച്ചു തന്നത്. പത്രോസ് ആരുടെ കൂടെ ആയിരുന്നു? പത്രോസ് യേശുവിൻ്റെ കൂടെ തന്നെയായിരുന്നു. ഈ ഒരു മഹത്തായ വചനത്തിൽ കൂടെയും യേശു കാണിച്ചു തരികയാണ്, പറഞ്ഞു തരികയാണ്, ഞാനും പിതാവും ഒരാൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു വചനം പലരെയും കൺഫ്യൂസ്ഡ് ആക്കും, അല്ലെങ്കിൽ അവർക്ക് യേശുവിനെ കുറിച്ച് തന്നെ പറഞ്ഞതാണെന്നുള്ള ആ ഒരു ചിന്ത പോലും വരത്തില്ല. കാരണം പെട്ടെന്ന് പിതാവിലോട്ടങ്ങ് പോവും. കാരണം ട്രിനിറ്റി ആണല്ലോ നമ്മളെല്ലാവരെയും സഭകളിൽ കൂടെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പിതാവ് വേറെ, പുത്രൻ വേറെ. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക, പിതാവും പുത്രനും ഒരാൾ തന്നെയാണ്. യേശു തന്നെയാണ് യഹോവ ജഡം ധരിച്ച് വന്നവൻ തന്നെയാണ് യേശു. യേശു ഈ ഒരു ഭൂമിയിലായിരുന്നപ്പോൾ മറ്റൊരു പിതാവ് വേറെ എങ്ങും ഇല്ലായിരുന്നു. അത് ഈ ബൈബിളിൽ പറയുന്ന സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് നോക്കാം. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. യേശു ഒരുപാട് പേർക്ക് സൗഖ്യം കൊടുത്തിരിക്കുന്നു. അതുമാത്രമല്ല, യേശു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒക്കെ വല്ലാത്ത ദേഷ്യം വരുന്നു. ആര് കൊടുത്ത അതോറിറ്റി കൊണ്ടാണ് ഇവന് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ യേശുവിനെ വല്ലാതെ പിന്തുടരുന്നു. യേശുവിന്റെ വായിൽ നിന്നും എന്താണ് വരുന്നതെന്ന് കേൾക്കാൻ വേണ്ടി അവർ യേശുവിനെ പിന്തുടരുന്ന അവസ്ഥ എത്തുന്നു. യേശു യെരുശലേം ദേവാലയത്തിൽ കൊള്ളക്കച്ചവടം നടത്തുന്നവരെ ചാട്ടക്കടിച്ച് പുറത്താക്കിയിരിക്കുന്നു. ഇത് മാത്രമല്ല, ശാബത്ത് ദിവസം യേശു പലരെയും സൗഖ്യമാക്കാനും തുടങ്ങി. ഇതോടുകൂടി അവർക്ക് യേശുവിനെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം, അല്ലെങ്കിൽ യേശുവിനെ എങ്ങനെയെങ്കിലും ചതിയിൽപ്പെടുത്തി യേശുവിനെ കൊല്ലണം എന്നുള്ള ആ ഒരു ആലോചനയ്ക്കായിട്ട് അവർ ഒത്തുകൂടുന്നു. ഇങ്ങനെ യേശുവിൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും അവനെതിരെ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി പരീശന്മാർ പലപ്പോഴും യേശുവിനെ പിന്തുടർന്ന് യേശുവിനോട് ഒരുപാട് സംവാദങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ യേശുവിൻ്റെ പരീശന്മാരുമായിട്ടുള്ള സംവാദത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കാണിച്ചിരിക്കുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ഒരവസരത്തിൽ പരീശന്മാർ വന്ന് യേശുവിനോട് ചോദിക്കുന്നു, നീ ആരാണെന്നാണ് കരുതുന്നത്? നമ്മുടെ പിതാവായ അബ്രഹാമിനെക്കാട്ടിൽ വലിയവനാണോ നീ? അബ്രഹാം മരിച്ചു പോയിരിക്കുന്നു, പ്രവാചകന്മാരും മരിച്ചു പോയിരിക്കുന്നു, നീ ആരാണെന്നാണ് പറയുന്നത്? ഇതിനുത്തരമായിട്ട് യേശു പരീശന്മാരോട് പറയുന്നു, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണും എന്നതുകൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ടുമിരിക്കുന്നു, അവൻ സന്തോഷിച്ചുമിരിക്കുന്നു. അപ്പോൾ ഇത് കേട്ടിട്ട് പരീശന്മാർ ചോദിക്കുന്നു, നിനക്ക് 50 വയസ്സ് പ്രായം പോലും ആയിട്ടില്ലല്ലോ, നീയാണോ അബ്രഹാമിനെ കണ്ടത്? യേശു അവരോട് പറയുന്നു, ബിഫോർ എബ്രഹാം ഐ ആം. അബ്രഹാമിന് മുൻപേ ഞാനുണ്ട്, അല്ലെങ്കിൽ അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ട്രാൻസ്ലേഷൻ്റെ പരിമിതി മൂലം ഇങ്ങനെ മാത്രമേ മലയാളം ബൈബിളിൽ എഴുതാൻ നിർവാഹമുള്ളൂ. എന്നാൽ ഇത് വെറും അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു, അല്ലെ അബ്രഹാമിനെ സൃഷ്ടിച്ചത് ഞാനാണ് എന്നൊന്നുമല്ല യേശു അവിടെ ഉദ്ദേശിച്ചത്. യേശു അവിടെ ഉദ്ദേശിച്ചത്
ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന യഹോവ മോശയ്ക്ക് കൊടുത്ത, നീ ആരാണ് എന്നെ വിട്ടത് എന്ന് ഇസ്രായേൽ മക്കളോട് പോയി പറയണം എന്ന് മോശ യഹോവയോട് ചോദിക്കുമ്പോൾ യഹോവ പറയുന്ന ഉത്തരമാണ്, ഞാനാകുന്നവൻ നിന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കളോട് പോയി പറയുക. ഐ ആം ഹാസ് സെൻഡ് യു എന്ന ഐ ആം സ്റ്റേറ്റ്മെന്റ് ആണ് യേശു അവിടെ ഉപയോഗിച്ചത്. അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബിഫോർ എബ്രഹാം ഐ ആം എന്ന് പറയുന്ന വാക്യം കേട്ട് യഹൂദന്മാര് യേശുവിനെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങുന്നു. അത്ര നേരം വരെ നമ്മൾ ഇതിനു മുമ്പിലുള്ള അധ്യായങ്ങളിലൊക്കെ കാണുന്നതും യേശുവുമായിട്ടുള്ള ഒരുപാട് സംവാദങ്ങളാണ്. പക്ഷെ അവിടെയൊന്നും യേശുവിനെ അവര് കല്ലെടുത്ത് എറിയുന്നില്ല. അവിടെയൊക്കെയും യഹൂദന്മാര് അല്ലെങ്കിൽ പരീശന്മാര് യേശുവിനെ കുറിച്ച് പറയുന്നത് ഇവന് ഭ്രാന്താണ്, അല്ലെങ്കിൽ ഇവന്റെ ഉള്ളില് ഭൂതമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഈ ഒരു യേശുവിന്റെ വാക്യം കേൾക്കുമ്പോൾ അയാം എന്ന, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ആ ഒരു വാക്യം കേൾക്കുമ്പോൾ അവര് കല്ലെടുക്കുകയാണ്. അവർക്ക് അത് ദൈവദൂഷണമാണ്. അവരുടെ ദൈവത്തിന്റെ നാമം വായില് മറ്റാർക്കും എടുക്കാനുള്ള അധികാരമില്ലായിരുന്നു. ആ ഒരു നാമം ദൈവം തന്നെയാണ് തൻ്റെ നാവിലെടുക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകാതെ പോവുകയും അവര് ദൈവദൂഷണം പറഞ്ഞു എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ട് കല്ല് എടുത്ത് എറിയാൻ തുടങ്ങുകയാണ്. സോ ക്ലിയർലി ഹിയർ ജീസസ് ഈസ് സ്റ്റേറ്റിംഗ് ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് യഹോവയുടെ നാമം എടുത്തുകൊണ്ട് യേശു ക്ലാരിഫൈ ചെയ്യുകയാണ് ഐ ആം. യേശുവിനെ പൂർണ്ണമായിട്ട് കൊടുക്കാനുള്ള വഴികൾ ആലോചിച്ച് പരീശന്മാരും ശാസ്ത്രന്മാരും പിന്നെയും യേശുവിൻ്റെ പുറകെ കൂടുകയാണ്. യേശുവിനോട് പിന്നെയും അവർ ചോദിക്കുകയാണ്. മറ്റൊരവസരത്തിൽ പരീശന്മാർ ചോദിക്കുന്നുണ്ട്, നീ എത്ര നാള് ഞങ്ങളെ ഇങ്ങനെ ആശിപ്പിക്കും? നീ ഞങ്ങളോട് പറയുക, നീ ശരിക്കും മശിഹായാണെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയുക എന്ന്. ഈ ഒരു അവസരത്തിലും യേശു അവരോട് പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറല്ല. ഇതിന് ശേഷമാണ് യേശു പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ആടുകളല്ല, ഇതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത്, ഇതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നതൊന്നും കേട്ടിട്ടും അതിനൊന്നും ഒരു വില പോലും കൊടുക്കാത്തത്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവരെ അറിയുന്നു, അവരെന്നെ അനുഗമിക്കുന്നു. ഇതിന് ശേഷം യേശു പറയുന്നുണ്ട്, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന്. ഈ ഒരു വചനം കേൾക്കുമ്പോഴും പെട്ടെന്ന് പരീശന്മാർ പിന്നെയും കല്ലെടുക്കുകയാണ്, യേശുവിനെ കല്ലെറിയുകയാണ്. താനും പിതാവും ഒന്നാകുന്നു, അല്ലെങ്കിൽ താൻ തന്നെയാണ് യഹോവ എന്ന് അവര് പിന്നെയും മനസ്സിലാക്കുകയാണ് യേശുവിൻ്റെ വചനങ്ങളിൽ കൂടെ. യേശു പറഞ്ഞത് ഇത് തന്നെയാണെന്നുള്ളത്. ഇത് ട്രാൻസ്ലേഷൻ്റെ ഒക്കെ പരിമിതികൾ കൊണ്ട് നമ്മുടെ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അത്രയായിട്ട് പിടികിട്ടത്തില്ല. പക്ഷേ ഇത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് എല്ലാവർക്കും പ്രയാസമൊന്നുമില്ല. യേശു ദൈവമല്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി ഈ ഒരു വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ യേശുവിൻ്റെ അടുത്തേക്ക്, ദൈവമേ നീ എന്നെ കൂടുതലായിട്ട് നിന്നെ അറിയാൻ എന്നെ യോഗ്യമാക്കണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ബൈബിൾ വായിക്കുക. നിങ്ങൾക്ക് യേശുവിനെ കൂടുതലായിട്ട് വളരെ ഡീപ്പായിട്ട് യേശുവിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് രണ്ടാമത്തെ അവസരമാണ് യേശു പറയുന്നത് താനും പിതാവും ഒന്നാണ് എന്ന് പരീശന്മാരോട് പറയുന്നത്. ഇനി മറ്റൊരവസരത്തില് ഫിലിപ്പോസ് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, യേശു ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമേ, ഞങ്ങൾക്ക് അത് മതിയെന്ന്. ഇത് കേട്ടിട്ട് യേശു ഫിലിപ്പോസിനോട് പറയുന്നുണ്ട്, ഞാൻ എത്ര നാള് നിങ്ങളോട് കൂടെ ഇരിക്കുന്നു, എന്നിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിതാവിനെ വീണ്ടും കാണിച്ചു തരണമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? ഇഫ് യു ഹാവ് സീൻ മീ യു ഹാവ് സീൻ ദ ഫാദർ. ഇവിടെയും യേശു പറയുകയാണ് ഞാനും പിതാവും ഒന്ന് തന്നെയാണ് എന്നുള്ളത്. എത്ര പ്രാവശ്യം യേശു പിന്നെയും നിങ്ങളോടൊക്കെ പറഞ്ഞു തരണം, മറ്റൊരു പിതാവില്ല, പുത്രനും പിതാവും വേറെ, രണ്ടും രണ്ടല്ല, പിതാവും പുത്രനും ഒരാൾ തന്നെയാണ്. ഇന്ന് ഈ മെസ്സേജിൽ കൂടി യേശു പലരോടും ചോദിക്കുകയാണ്, എത്ര നാള് നിങ്ങൾ എന്നെ കേൾക്കുന്നു? ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുകയാണോ ഞാനും പിതാവും രണ്ടും രണ്ടാണെന്നുള്ളത്? ഞാനും പിതാവും ഒരാൾ തന്നെയാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ തന്നെയാണ് പിതാവ്, മറ്റൊരു പിതാവ് ഇല്ല എന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഇനി നമ്മൾ കാണുന്നത് ഗെത്സമനാം തോട്ടത്തിലാണ്. ഗെത്സമനാം തോട്ടത്തിൽ യേശുവിൻ്റെ അവസാന നാളിലേക്ക് അടുക്കുകയാണ്. ഗെത്സമനാം തോട്ടത്തിൽ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി പടയാളികളുമായിട്ട് വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. യേശു തനിക്ക് നേരിടുവാനുള്ളത് എല്ലാം അറിഞ്ഞ് പുറത്തു ചെന്ന്, നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു. നസ്രയനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ, അത് ഞാൻ തന്നെ എന്ന് ഉത്തരം പറഞ്ഞു.
അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദായും അവരോട് കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. നിങ്ങൾ ആരെ തിരയുന്നുവെന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചതിന് അവൻ നസറേനായ യേശുവിനെ എന്ന് പറഞ്ഞു. അത് ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെയാകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഐ ആം ഹി, അല്ലെങ്കിൽ അത് ഞാൻ തന്നെ എന്നുള്ള യേശുവിൻ്റെ ഉത്തരം കേട്ടപ്പോൾ പടയാളികൾ പുറകോട്ട് പിൻവാങ്ങി യേശുവിൻ്റെ മുമ്പിൽ വീഴുകയാണ്. ഐ ആം ഹി എന്ന ഇതും ഐ ആം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. മലയാളം ബൈബിളിൽ വായിക്കുമ്പോൾ ഇത് ഞാനാണ് എന്നുള്ള ഒരു സിമ്പിൾ ട്രാൻസ്ലേഷനാണ് നമ്മൾക്ക് കിട്ടുന്നത്. പക്ഷേ പരീശന്മാരുടെയും ഭടന്മാരുടെയും ഒക്കെ റിയാക്ഷൻ കൊണ്ട് തന്നെ മനസ്സിലാക്കാം യേശു പറഞ്ഞ വെറും ഞാനാണ്, അല്ലെങ്കിൽ അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള വെറും സിമ്പിളായിട്ടുള്ള വേർഡ്സ് അല്ലായിരുന്നു അത്. യഹോവ ഉച്ചരിച്ച അതേ പദങ്ങൾ തന്നെയാണ് യേശു ഉച്ചരിച്ചത്. പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിനെ പിടിച്ചുകൊണ്ട് പോയി അവരുടെ കോടതി അല്ലെങ്കിൽ സൻഹാദ്രിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ യഹൂദന്മാരുടെ ഒരു കോടതി പോലെയുള്ള സ്ഥലമാണ്. മഹാപുരോഹിതനും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ അടങ്ങുന്ന ആൾക്കാരാണ് അവിടെയുള്ളത്. ഇവരുടെ ഇടയ്ക്ക് യേശുവിനെ നിർത്തിയിട്ട് യേശുവിനെതിരെയുള്ള കള്ളസാക്ഷ്യം അവര് മെനഞ്ഞുണ്ടാക്കുകയാണ്. പലരും വന്ന് കള്ളസാക്ഷ്യം പറഞ്ഞിട്ടൊന്നും യേശുവിനെതിരെയുള്ള കള്ളസാക്ഷ്യം അങ്ങോട്ട് ശരിയാകുന്നില്ല. അവസാനം യെരൂശലേം ദേവാലയം പൊളിച്ചിട്ട് 3 ദിവസത്തിനകം വീണ്ടും പണിയുമെന്ന് ഇവൻ പറഞ്ഞതിനെ വെച്ചിട്ട് കള്ളസാക്ഷ്യം ഉണ്ടാക്കാമെന്നുള്ള ഒരു കാര്യത്തിൽ അവർ എത്തിച്ചേരുകയാണ്. ഇതിനിടയ്ക്ക് മഹാപുരോഹിതൻ യേശുവിനോട് ചോദിക്കുന്നു, നിന്നെക്കുറിച്ചാണ് ഈ കള്ളസാക്ഷ്യം ഒക്കെ പറയുന്നത്, ഇതിനെതിരായിട്ട് നിനക്കൊന്നും പറയാനില്ലേ എന്നുള്ളത്. ജീസസ് കെപ്റ്റ് സൈലൻസ്. ജീസസ് ഒന്നും പറയുന്നേയില്ല. യേശു മിണ്ടാതെ തന്നെ ഇരിക്കുന്നു. ഇതിനുശേഷം മഹാപുരോഹിതൻ വീണ്ടും യേശുവിനോട് ചോദിക്കുന്നു. ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 63-ാമത്തെ വാക്യം. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു. ആദ്യം ഒരു പ്രാവശ്യം യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു ഒന്നും മിണ്ടുന്നതേയില്ല. പിന്നെയും യേശുവിനോട് ചോദിക്കുകയാണ്, ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു, നീ പറയുക, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇവൻ സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുകയാണ്. മഹാപുരോഹിതന്റെ ചോദ്യം ജീവനുള്ള ദൈവത്തെ ആണയിട്ട് ഞാൻ ചോദിക്കുകയാണ് എന്ന് പറയുമ്പോൾ ജീവനുള്ള ദൈവത്തിന് നോക്കിയിരിക്കാൻ കഴിയത്തില്ല. ജീവനുള്ള ദൈവം വായ തുറക്കുന്നു. ജീവനുള്ള ദൈവം പറയുന്നു, ഞാൻ ആകുന്നു. ഇത് മാത്രമല്ല, യേശു പറയുന്നു, ഇനിയും നിങ്ങൾ കാണും മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വീണ്ടും വരുന്നതും നിങ്ങൾ കാണും എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ തന്നെ മഹാപുരോഹിതൻ വസ്ത്രം കീറുന്നു. ഇതിനെക്കാട്ടിൽ വലിയ ദൈവദൂഷണം ഇനി കേൾക്കാനില്ല. മഹാപുരോഹിതൻ മറ്റുള്ളവരോട് പറയുകയാണ്, നമുക്കിനി സാക്ഷികളുടെ ആവശ്യം എന്ത്? യേശു പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം ഹി. ഇത് മനസ്സിലാക്കാൻ ചിലർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ചിലർക്ക് ഇതൊന്നും കേൾക്കുക പോലും ആവശ്യമില്ല. ഞങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്. യേശു തന്നെയാണ് യഹോവ, യഹോവ തന്നെയാണ് യേശു, പിതാവും പുത്രനും ഒരാൾ തന്നെയാണ് എന്നുള്ള ഉറച്ച വിശ്വാസം, സത്യവിശ്വാസം, ബൈബിൾ പ്രകാരമുള്ള സത്യ ഏകദൈവത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. യേശു ദൈവമാണെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടോ, യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇനിയും നിങ്ങൾ ശങ്കിക്കരുത്. യേശു പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. കം fall in love with Jesus and fall in love with the word of God. Fall in love with the word of God.